So first of all, I would like to welcome Sri Siddiqui Shamshad Marakkal, Srimati Bindu ji, Sri Mohammad Bashir ji, Srimati Sita Vijayan ji, Sri Junaid ji and Srimati Usha ji, and all those dignitaries who are on the stage today to this function. ഞാൻ ആദ്യമായി ഈ വേദിയിലുള്ള ശ്രീ ടി സിദ്ദീഖ് MLA അടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മറക്കാർ അടക്കമുള്ള മുഴുവൻ വിശിഷ്ടാതിഥികളെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. And most of all, I would like to welcome all my young friends here and tell you that I'm very happy to see you and happy to be amongst you today. അതിലുപരിയായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന എന്റെ കുഞ്ഞു സുഹൃത്തുക്കൾക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ ഏറെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. I didn't know I was going to speak to so many high school children. I thought I was going to be giving a speech to adults. ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ ഇത്രയധികം ചെറിയ കുട്ടികളുടെ മുമ്പിലാണ് പ്രസംഗിക്കേണ്ടത്. ഞാൻ വിചാരിച്ചത് കുറച്ച് ചെറിയ മുതിർന്നവരുടെ ഇടയിലാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതിയത്. And there was a big lecture in my speech about how sports can keep you away from drug abuse and other bad habits. But I know that young people don't like to listen to lectures, so I'm not going to lecture you. എന്റെ കയ്യിൽ ഒരു വലിയ ലെക്ചർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുഷ്പ്രവണതകളെ സംബന്ധിച്ച് മയക്കുമരുന്നിനെ സംബന്ധിച്ചെല്ലാം വലിയൊരു ലെക്ചർ എഴുതിക്കൊണ്ടാണ് വന്നത്. പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഇന്ന് ആ ലെക്ചർ കേൾക്കാൻ തൽപരരല്ല എന്നെനിക്കറിയാം. I'm going to ask you instead, are you looking forward to this one school, one game? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന വൺ സ്കൂൾ വൺ ഗെയിം എന്ന പദ്ധതിയിൽ തൽപരരാണോ? ഉറച്ചു പറയും. Really? Loudly? Is it more fun than studying? ഇത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉല്ലാസകരമായിരിക്കുമോ? Your teachers are all here. Be careful what you say. നിങ്ങൾ ടീച്ചർമാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവർ നോക്കുകയാണ് എന്താണ് നിങ്ങൾ പറയുന്നത്. But you know why sports are fun? Because they're just an organized way of playing. They're an organized way of play. ഇത് ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള നിങ്ങളുടെ കളിക്കളത്തെ ഇതാക്കുന്ന ഒന്നാണ്. And I think in many ways what we've forgotten as adults is how important it is for you to play. നമ്മൾ മുതിർന്നവരെന്ന നിലയിൽ പലരും മറന്നുപോയിട്ടുണ്ട്. കുട്ടികൾ കളിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് മറന്നുപോയിട്ടുണ്ട്. As adults, we want to put you in more and more classes. We want you to get skilled. We want to teach you all sorts of things. The whole day passes, you're going to some tuition, some class, something or the other. You get tired. മുതിർന്നവർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യം നിങ്ങളെ കൂടുതലായി പഠിപ്പിക്കണം. നിങ്ങൾക്ക് ട്യൂഷനുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് മുതിർന്നവരെ സംബന്ധിച്ച് എന്ന് ചിന്തിക്കുന്നത്. And we forget that when we were young, when we were not studying, we used to play outside. പക്ഷെ നമ്മൾ മറന്നുപോകുന്നു, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോ ഞങ്ങൾ പഠിക്കാത്ത സമയത്ത് ഞങ്ങൾ പുറത്ത് കളിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മറന്നുപോവുകയാണ്. And it's so important for you to play sports, to play football, hockey, all the different sports, because it teaches you so many things that you cannot learn in a classroom. പക്ഷെ നിങ്ങൾ പുറത്ത് ഫുട്ബോൾ പോലെ ഹോക്കിയെ പോലെ ഒട്ടേറെ കായിക ഇതിൽ നമ്മൾ പങ്കാളികളാവേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അവർ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കാത്തത് പലതും പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. It teaches you to cooperate with each other as a team. നമ്മൾ ഒരു ടീമിനെ പോലെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു ടീമായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ കളികൾ നമ്മളെ പഠിപ്പിക്കും. It teaches you to win with dignity and to lose with dignity. നമ്മൾ ജയത്തിനെ സംബന്ധിച്ചും പരാജയത്തെ സംബന്ധിച്ചും എല്ലാം നമ്മൾ പഠിക്കുന്നതിന് നമുക്ക് കളികൾ നമ്മളെ സഹായിക്കും. It teaches you some important lessons of democracy. നമ്മൾ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കളികളിൽ പഠിക്കുന്നു. That even if you're fighting in different teams and you're fighting against each other, you have to respect each other.
And you have to treat each other as equals. നമ്മൾ പല ടീമുകളായി നമ്മൾ കളിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പല ടീമുകൾക്കെതിരെ നമ്മൾ കളിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദത്തിനും പരസ്പരം ബഹുമാനിക്കേണ്ടതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. Sports teaches you focus. It teaches you discipline. It teaches you that if you keep persisting and you keep trying, you become better. കായിക പ്രവർത്തനങ്ങൾ നമ്മളെ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഠിനാധ്വാനികളാകാൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ നമ്മളെ പഠിപ്പിക്കുന്നു. It's good for your muscles, for your coordination. It's good for your mind. നിങ്ങളുടെ ഏകോപനത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ടീം വർക്കിന് വേണ്ടി, ഒരുമിച്ച് വേണ്ടി നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. It's good for your physical health and for your mental health. നമ്മുടെ മാനസികമായ സ്വാസ്ഥ്യത്തിന് ആരോഗ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കായികമായ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നു. And it's also very true that if you're involved in sports and you start enjoying sports and it becomes a way of life for you, you do stay away from other bad habits and you do tend to stay away from drugs and alcohol and other habits that can harm you. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കളികളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ നമ്മൾ മറ്റ് ജീവിത രീതിയായി തന്നെ അത് മാറുകയാണ്. നമ്മൾ ഈ മയക്കുമരുന്നിനും മദ്യത്തിനുമെല്ലാം മാറി നിന്നുകൊണ്ട് നമുക്ക് നിൽക്കേണ്ടതിന് ഒരു ജീവിത രീതി പടുത്തുയർത്തുന്നതിനും കായിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. And it probably makes your parents and teachers happy too, because it must be keeping you away from your phones and social media as well. അതുപോലെ തന്നെ അത് ടീച്ചർമാരെയും നിങ്ങളുടെ രക്ഷകർത്താക്കളെയും കൂടി സന്തോഷപ്പെടുത്തും. കാരണം നിങ്ങൾ ആ സമയത്ത് പരമാവധി ഫോണുകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. So I am here to inaugurate One School, One Game and to wish you all the very best as you play all these sports. More important than anything else, enjoy yourselves, have fun, feel free to compete, feel free to support and help each other as a team, and to just really enjoy what is ahead of you. എനിക്ക് ഇന്ന് ഈ വൺ സ്കൂൾ വൺ ഗെയിം എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ ഉല്ലാസകരമാക്കാനും പരസ്പര ബഹുമാനത്തോടുകൂടിയും സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായി അത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും സാധിക്കാൻ ഉപകുന്ന പദ്ധതിയാണ്. And whether you win or you lose, whichever games that you're going to play, whether you fail or you succeed, remember to learn the lessons from the small things. അതുപോലെ നിങ്ങൾ ജയിക്കുകയോ പരാജയപ്പെടുകയോ എന്തുമാവട്ടെ, പക്ഷെ നിങ്ങൾ ഈ കായിക പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളികളാവുമ്പോൾ അതിലെ ഏറ്റവും ചെറിയ വിഷയങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. Remember to notice that when you fell down, friends of yours came and helped you. Maybe you were tired or thirsty, somebody brought you water. Remember that when you were in a heated exchange and you were fighting each other as teams, you still had friends on the other side and you still knew how to get along. Take the lessons out of this for your life, for your future, and make it something enjoyable to learn from. നിങ്ങൾ ഒരുമിച്ച് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാവുമ്പോൾ, നിങ്ങൾ തളരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരുന്ന സുഹൃത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ വിഷമമുണ്ടാകുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന സുഹൃത്ത്, നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾ ഈ മത്സരത്തിന്റെ കാഠിന്യം കൊണ്ട് മത്സരത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള പങ്കാളിത്തം നമ്മൾ ഉണ്ടാവുമ്പോൾ, പരസ്പരം മത്സരിക്കുമ്പോൾ അതിലപ്പുറത്തുള്ള മനുഷ്യരെ കൂടി ബഹുമാനിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലേക്കെല്ലാം നിങ്ങൾ പഠനത്തിൽ നിങ്ങൾക്ക് നിന്ന് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. I would like to compliment the Panchayat for organizing this event, for providing you with sports games and kits for your schools, and I hope that you will take them back and truly enjoy using them. In the next phase, I believe the district Panchayat will also be appointing PT teachers wherever the posts are vacant, and I think that's a very welcome thing. I'm glad that that will be done. ഈ പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എത്തിക്കുകയും നിങ്ങളുടെ ജീവിതം ഉല്ലാസകരമായി മാറ്റുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് PT ടീച്ചർമാരെ കൂടി, ഫിസിക്കൽ ട്രെയിൻ ടീച്ചർമാരെ കൂടി നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ
പ്രവർത്തനങ്ങളാണ്. I hope that other panchayats will be inspired by your effort and also encourage sport, encourage children to be happy, to feel free and to play freely. ഈ പ്രവർത്തനം മറ്റുള്ള പഞ്ചായത്തുകളിൽ കൂടി മാതൃകയാക്കാൻ അവർക്ക് സാധിക്കട്ടെ. അത് നമ്മുടെ കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നതിനും അവർക്ക് ഒരു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം മറ്റ് സ്ഥാപനങ്ങൾ കൂടി ഇത് മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Thank you very, very much and I wish you all the very best. നന്ദി. എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടീമിനാണ് ആദ്യത്തെ സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വാരാമറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ ടീമിനെ